നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഈ മേഖലയിൽ വലിയ അവസരങ്ങൾ ഉണ്ട് എന്നും എങ്ങനെ ഈ അവസരങ്ങളിലേക്ക് എത്താം എന്നും ഒക്കെ വിശദമാക്കുന്ന വീഡിയോകൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, ഇതൊക്കെ വിശദമാക്കുന്ന പല വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുമ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴും പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് ഒന്ന് വിശദമാക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എൻ്റെ യൂട്യൂബിന്റെ ഒരു അനലിറ്റിക്സ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാം എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഈ IT മേഖലയിൽ നിന്ന് അല്ലാത്തവർക്ക്, IT പഠനം നടത്താത്തവർക്ക്, നോൺ IT-കാർക്കൊക്കെ IT മേഖലയിലെ അവസരങ്ങളിലേക്കൊക്കെ എത്തുവാൻ സഹായകരമാണ് ഈ ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള പഠനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാകും എന്ന ധാരണയിൽ എൻ്റെ യൂട്യൂബിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ആ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർക്കുക, അതിനുശേഷം ഇതെങ്ങനെ പഠിക്കാം, ആർക്ക് പഠിക്കാം, എവിടെ പഠിക്കാം, ആ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന കരിയർ പാത്വേ എന്ന ചാനലിന്റെ അനലിറ്റിക്സ് ഭാഗമാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ വന്നാൽ ഇവിടുത്തെ കണ്ടന്റുമായി ബന്ധപ്പെട്ട, ഓഡിയൻസുമായി ബന്ധപ്പെട്ട റവന്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ചാനലിലേക്ക് വന്നപ്പോഴത്തേന് ഇവിടേക്ക് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഭാഗം കാണാനായിട്ട് വരും, വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ്. അതായത് ഈ യൂട്യൂബ് ചാനലിന്റെ വ്യൂവേഴ്സ് കൂടുതലും എപ്പോഴാണ് യൂട്യൂബിൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ അറിയാനായിട്ട് പറ്റും. ഓർക്കുക, ഞാൻ എൻ്റെ വീഡിയോസ് കൂടുതലും വൈകിട്ട് 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ഡാർക്ക് കളേഴ്സ് ഉള്ള സമയത്താണ് കൂടുതൽ എൻ്റെ വ്യൂവേഴ്സ് യൂട്യൂബിൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ദിവസവും, ഇതുണ്ട്, ഇത് സൺഡേ ടു സാറ്റർഡേ ആണ്. എല്ലാ ദിവസവും വൈകിട്ട് 8 മണി അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം 7-8 മണി തൊട്ടാണ് നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സ് കൂടുതലായിട്ട് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാത്രി സമയത്ത്, അതായത് 7 മണിക്ക് ശേഷം 7-നും 8-നും ഇടയ്ക്കായിട്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആ വിവരങ്ങൾ എനിക്ക് കിട്ടുന്നത് ഈ ചാനലിൽ നിന്നാണ്, ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇനി താഴേക്ക് വന്നാൽ ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. ചില സുഹൃത്തുക്കൾ ചോദിക്കും, എന്തിനാണ് ഇത് എല്ലാ ദിവസവും പറയുന്നത് എന്ന്. എനിക്ക് ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടേക്ക് വന്നാൽ ഈ വ്യൂവേഴ്സിൽ 58% ആൾക്കാരും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എനിക്ക് ഏതാണ്ട് 7.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഈ യൂട്യൂബ് ചാനലിലുള്ളത്. അതിൽ അപ്പം 58% ആൾക്കാർ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നതിൽ നല്ലൊരു പങ്കാൾക്കാരും പക്ഷേ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണത്തില്ല. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഇന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ ഏത് ചാനലിൽ നിന്നാണെങ്കിലും വരുമ്പോഴും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി താഴേക്ക് വന്നാൽ നിങ്ങൾ ആരൊക്കെയായിരിക്കും എൻ്റെ ഈ യൂട്യൂബ് വീഡിയോ കാണുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ഏത് രാജ്യത്ത് നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ ഏത് പ്രായക്കാരാണ്. ഇവിടെ കാണാൻ സാധിക്കും ഫീമെയിൽ ആണ് കൂടുതലായിട്ട് 53% ഈ ചാനൽ കാണുന്നത്. മെയിലില് 47% മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പ്രായം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവരാണ് 32.4% ഈ ചാനൽ കാണുന്നത്. 25 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവരാണ് 23.3% ഈ ചാനൽ കാണുന്നത്. അതായത് ഏതാണ്ട് 58-59% ആൾക്കാരും 18 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവരാണ് ഈ എൻ്റെ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഏജ് കാറ്റഗറിയിലുള്ളവർക്കുള്ള വീഡിയോസ് ഞാൻ കൂടുതലായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നത്. നമുക്ക് ആ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കാണുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. ഒരു 10% അല്ലെങ്കിൽ 12% ഒക്കെ ഉള്ളൂ. ഒരുപക്ഷെ മക്കളുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി കാണുന്നവരായിരിക്കും. അപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, റിട്ടയർ ചെയ്തവർക്കുള്ള ചില വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെയുള്ളവർ വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനത്തെ ഉള്ള വീഡിയോസ് ഇവിടെ കുറവായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് ഈ യൂട്യൂബിന്റെ അനലിറ്റിക്സ്, ചാനൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് നിന്നാണ്. യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഇത് ലഭ്യമാകുന്നത്. അപ്പൊ ഇതാണ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളുടെ ഈ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഇൻഫർമേഷനെ ഒരു ചിത്രത്തിന്റെയും ഗ്രാഫിന്റെയും ഒക്കെ സഹായത്തോടെ
റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇത് അതിന്റെ അടുത്ത ലെവലാണ് ഡേറ്റ സയൻസ് എന്ന്. ഇനി ഈ ഡേറ്റ സയൻസ് ആർക്ക് പഠിക്കാം, എവിടെ പഠിക്കാം എന്നുള്ള കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ ഡേറ്റ സയൻസ് ആർക്കും, അതായത് IT പഠിച്ചവർക്കും മാത്രമല്ല, നോൺ IT മേഖലയിൽ നിന്നുള്ളവർക്കും, ഇപ്പൊ ഒരു BCom കഴിഞ്ഞവർ, BBA കഴിഞ്ഞവർ, അല്ലെങ്കിൽ നേഴ്സിംഗ് കഴിഞ്ഞവർ, ഇതൊന്നും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടൊക്കെ ഇത് പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും ഈ ഡേറ്റ സയൻസും ഡേറ്റ അനലിറ്റിക്സും ഒക്കെ പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ഡേറ്റ സയൻസിലേക്കൊക്കെ പോകുമ്പോൾ അല്പം കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട്, അതല്ലെങ്കിൽ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് കുറെ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഇനി ഇത് എവിടെ പഠിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ ഡേറ്റ സയൻസിന് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുവാനായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ഡിഗ്രിയും PG പ്രോഗ്രാംസും ഒക്കെ ലഭ്യമാണ്. ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പൊ BTech ഇൻ ഡേറ്റ സയൻസ് ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഏത് വിഷയത്തിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് PG, MCA ഡേറ്റ സയൻസിൽ, അതല്ലെങ്കിൽ മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷന് MBA ഡേറ്റ അനലിറ്റിക്സിലൊക്കെ പഠിക്കുവാനായിട്ട് നമ്മുടെ രാജ്യത്ത് അവസരമുണ്ട്. ഇതൊന്നും അങ്ങനത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒന്നും അല്ലാതെ ഷോർട്ട് ടേം കോഴ്സുകളിലൂടെയും ഇത് പഠിക്കാനായിട്ട് കഴിയും. ഒരു 3 to 6 months ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന് വെളിയിലൊക്കെയുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റികളെ ലഭ്യമാകും എന്നുള്ളതാണ്. ഈ മേഖലയിലൊക്കെ വലിയ എക്സ്പേർട്സ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഒരു സ്ഥാപനത്തിൽ വന്ന് പഠിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരത്തില്ല. എന്നാൽ ഓൺലൈനിലൂടെ അങ്ങനെയുള്ള എക്സ്പേർട്സിന്റെ ക്ലാസ്സുകൾ പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ. പ്രത്യേകിച്ച് ഈ ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ മനസ്സിലാക്കുന്നതായതുകൊണ്ട് തന്നെ ഓൺലൈൻ പഠനത്തിൽ തെറ്റില്ല. അപ്പൊ അങ്ങനെ ഓൺലൈനായിട്ട് ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു 10-30,000 രൂപ വരെ സ്കോളർഷിപ്പോടെ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ. എന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് ആദ്യം ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഫീസ് അടച്ച് അറ്റൻഡ് ചെയ്യുക. ഒരു 10 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ ഫ്രീ റീഫണ്ടോടെ ഈ ക്ലാസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള അവസരങ്ങളുള്ള ഒരു പഠന അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഏറ്റവും മികച്ച എക്സ്പേർട്സിൽ നിന്ന് പഠിക്കുവാനുള്ള അവസരങ്ങൾ. ഈ ഓൺലൈനായിട്ട് ഡേറ്റ സയൻസ് പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് ഓഡിൻ സ്കൂളിലാണ്. ഇവരുടെ പ്രത്യേകതകൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് ബൂട്ട് ക്യാമ്പ് ആയിരിക്കും. അതായത് റെക്കോർഡഡ് വീഡിയോസ് അല്ല, മറിച്ച് ലൈവ് ക്ലാസ്സുകളിൽ കൂടെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 6 മാസം കൊണ്ട് ജോബ് റെഡി ആകാനായിട്ട് കഴിയും. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇതൊരു വലിയ പ്രത്യേകതയായിട്ട് കാണിച്ചു. ഓരോ പ്രോജക്റ്റുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. അൺലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താൻ കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് 29 ജൂലൈയിലാണ്. എവറി മന്ത് ഇവർക്ക് പുതിയ ബാച്ച് സാധാരണഗതി കാണാറുണ്ട്. ഇതിന്റെ ഫീസ് 99,000 പ്ലസ് GST എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് 30,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭ്യമാകും. അത് മാത്രമല്ല, അതുകൂടാതെ ചില ഏർലി ബേർഡ് ഓഫറുകളിലൂടെയും വീണ്ടും ഈ ഫീസൊക്കെ കുറച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. EMI ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് പേ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യം അറിയുക. 500-ൽ പരം ഹയറിംഗ് പാർട്ട്നേഴ്സ് ഇവർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ പ്രമുഖമായ കമ്പനികൾ ഇവർ വഴി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഓൺലൈൻ സ്റ്റഡിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പാൻ ഇന്ത്യ ബേസ് അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടേക്ക് വന്നാൽ ഇവർ വഴി പഠിച്ച കുറെ കുട്ടികളുടെ പ്ലേസ്മെന്റ് ഒക്കെ ആയ കുട്ടികളുടെ ഒരു പ്രൊഫൈലൊക്കെ അവരുടെ ടെസ്റ്റിമോണിയൊക്കെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇവരോട് സൂചിപ്പിക്കുന്നത് ന്യൂ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എവറി വീക്ക് എന്നുള്ളതാണ്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന വീക്കിൽ ഏതാണ്ട് 315ഓളം ഡേറ്റ സയൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ ഭാഗത്ത് ലഭ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ വഴി 35 lakh പെർ ആനം, അതേപോലെ ആവറേജ് ഒരു 7 lakh പെർ ആനം ശമ്പളമുള്ള ജോലികൾ ലഭ്യമാകുന്നുണ്ട്. ഇതാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മെട്രോ ബേസ്ഡ് കമ്പനികളിൽ, മെട്രോ സിറ്റി ബേസ്ഡ് കമ്പനികളിൽ അല്ലെ പാൻ ഇന്ത്യ ബേസ്ഡ് കമ്പനികളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, മികച്ച ശമ്പളത്തിലേക്കൊക്കെ എത്തുവാൻ, പ്രത്യേകിച്ച് വലിയ സിറ്റികളിലെയൊക്കെ തൊഴിലവസരങ്ങളിലേക്ക് എത്തുവാനുള്ള സൗകര്യം ലഭ്യമാകും. 35 lakh പെർ ആനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മികച്ച ഒരു ശമ്പളമാണ് അല്ലെ. പ്രതിമാസം 3 ലക്ഷം വരെ ശമ്പളമുള്ള ജോലികളൊക്കെ ഇവർ വഴി ലഭ്യമായി എന്നാണ് സൂചിപ്പിക്കുന്നത്. ജോബ് റോളുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് മേഖലയിലെ ജോബ് റോളുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വന്നാൽ ഇവരുടെ ഈ പഠനത്തോടൊപ്പം ചില കരിയർ സർവീസുകൾ ഇവരെ ലഭ്യമാക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റെസ്യൂമെ ബിൽഡിംഗ്, ഓൺലൈൻ പ്രൊഫൈൽ ബിൽഡിംഗ്, ഇപ്പൊ ലിങ്ക്ഡിൻ ഒക്കെ പോലെയുള്ളത്, അതേപോലെയുള്ള അല്ലാതെ ഓൺലൈനിലുള്ള ഒരു പ്രൊഫൈൽ ബിൽഡിംഗ്, മോക്ക് ഇന്റർവ്യൂസ്, അതിലൂടെ ഇന്റർവ്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഇന്റർവ്യൂവിന്റെ പേടിയൊക്കെ മാറ്റുവാൻ സഹായകരമാകും.
ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, റെഗുലർ ജോബ് ഡ്രൈവുകൾ, ഇതൊക്കെ ഇവരുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോലും അൺലിമിറ്റഡ് ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി 2 ഇയറിലേക്ക് ഇവർ വഴി ലഭ്യമാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കരിക്കുലമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. കോർ മൊഡ്യൂൾസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുക. അതുകൂടാതെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉള്ള ടൂൾസും ടെക്നോളജികളും എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. അഷൂർ, പവർ BI, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഞാൻ മുമ്പ് സൂചിച്ച പോലെ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും ഇവരുടെ ഒരു വലിയ പ്രത്യേകത. ഇത് നോക്കിയ ക്രെഡിറ്റ് കാർഡ് അപ്രൂവല്, COVID-19 പ്രഡിക്ഷൻ, ഇങ്ങനത്തെ കുറെ ബാങ്ക് ടേം ഡിപ്പോസിറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ എങ്ങനെയായിരിക്കും പഠിക്കുക, ഡൗട്ടുകളൊക്കെ ലൈവായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊജക്ട് പ്രസന്റേഷൻ ഗൈഡൻസ് ഉണ്ടാകും. ഇൻഡസ്ട്രി വെറ്ററൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള അവസരങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷന് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഇവരുടെ ട്രെയിനിങ് ഉണ്ടാവും. ഇതുകൂടാതെ ഇലക്റ്റീവ് ആയിട്ടുള്ള പഠനം, പവർ BI പോലെയുള്ളവ ഇലക്റ്റീവായിട്ട് വേണമെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കും. അഡ്വാൻസ്ഡ് എക്സലൊക്കെ ഇലക്റ്റീവ് പഠനത്തിൽ വരുന്ന ടോപ്പിക്സ് ആണ്. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിലുള്ള പ്രോജക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇനി ഇവിടേക്ക് വന്നാൽ ഇവരുടെ ഈ ഡേറ്റാ സയൻസ് സാധാരണ പഠനത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നത് ഇവരെ ഒരു ചാർട്ടിന്റെ സഹായത്തോടെ സൂചിപ്പിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇതൊരു മെച്ചമായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇവിടേക്ക് വന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച് ഇതിന്റെ ഫീസ്, അതിൽ 30,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭ്യമാകും. പിന്നീട് ഏർലി ബേർഡ് ഓഫർ എന്ന നിലയിൽ ഒരു 10,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടാവും. EMI ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. 5,500 രൂപയാണ് EMI ആയിട്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. 3, 6, 9, 12 മന്ത്സിന്റെ ഒക്കെ EMI ഓപ്റ്റ് ചെയ്യാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10 ദിവസം വരെ നിങ്ങൾക്ക് ഇതിന്റെ ഫീ പേ ചെയ്തിട്ട് 10 ദിവസം വരെ അറ്റൻഡ് ചെയ്യാം. ഈ 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഈ ഫീ ഇവർ ഫുള്ളി റീഫണ്ട് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, എനിക്കിത് പഠിക്കാൻ പറ്റുമോ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 10 ദിവസത്തിനകം നിങ്ങൾക്ക് ഇത് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ടോടെ തിരികെ ഇറങ്ങിപ്പോരാവുന്നതുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. 5,000 രൂപയാണ് നിങ്ങൾക്ക് ഈ സീറ്റ് റിസർവ് ചെയ്യുന്നതിനുള്ള ഫീസ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് വേറൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ രാജ്യത്തെ തന്നെ ടോപ്പ് ഈ ഡേറ്റ സയന്റിസ്റ്റുമാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ മേഖലയിലെ എക്സ്പേർട്സിൽ നിന്നുമായിരുന്നു പഠിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കാണത്തില്ല. അപ്പൊ ഇത് ഈ ഇൻഡസ്ട്രി എന്നുള്ള മെന്റേഴ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ പഠിക്കുന്നവർക്ക് ലഭ്യമായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഒക്കെ ഇവർ നൽകുന്നുണ്ട്. ഈ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹൗ ലോങ് ഇസ് ദ ബൂട്ട് ക്യാമ്പ്, 500 hours ഓഫ് ലേണിംഗ് ആണ് 6 മാസം കൊണ്ട് ലഭ്യമാവുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വീക്കിൽ 15 hours ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ടാസ്കുകളുണ്ട്, അസൈൻമെന്റ് ഉണ്ട്, ക്യൂസസ് ഉണ്ട്, പ്രൊജക്ട് വർക്കുകളുണ്ട്. 15 മണിക്കൂറൊക്കെ ഇതിന് സ്പെൻഡ് ചെയ്യാൻ ഒരു വീക്കിൽ സമയം കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ജോബ് ഗ്യാരണ്ടി ഉണ്ടോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എങ്ങനെയാവും, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് റിക്വസ്റ്റ് കോൾ ബാക്ക് അടിച്ചുകൊണ്ട് ഇതിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പൊ ഈ ഡേറ്റ അനലിറ്റിക്സും ഡേറ്റ സയൻസും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ ഞാൻ കണ്ടെത്തിയത്, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വാക്ക് മാത്രം മുകളിലേക്ക് എടുക്കാതെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയോ ഇവരുടെ അധികൃതരുമൊക്കെയായി ബന്ധപ്പെട്ട് സംസാരിച്ച് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാഗം കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.